ഉളുപ്പൂണിയിലെ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കപ്പക്കാനം ടണലും തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടവും. കവന്തയിൽ നിന്നും ഉളുപ്പൂണിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ഉളുപ്പൂണിയിലെ ക്ഷേത്രം. റോഡിനോട് ചേർന്ന് തേയിലത്തോട്ടങ്ങളും കാണാം. താഴെയായി ഉളുപ്പൂണി സിറ്റി കാണാം. ഈയൊരു ജംഗ്ഷനിൽ നിന്നും വലത്തേക്കാണ് ഉളുപ്പൂണി സിറ്റിയിലേക്ക് പോകുന്നത്. ഇടത്തേക്കുള്ള വഴി പോയാൽ നമുക്ക് ടണലിലേക്ക് എത്തിച്ചേരാം. നമുക്കാദ്യം ഉളുപ്പൂണി സിറ്റിയിലെ കാഴ്ചകൾ കാണാം. പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഉളുപ്പൂണി. പൊതുവെ നല്ല കാലാവസ്ഥയുമാണ്. റോഡിനോട് ചേർന്ന് ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് കാണാം. ഈ വഴി നേരെ പോകുമ്പോൾ നമുക്ക് വാഗമണ്ണിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉളുപ്പൂണി. ഇവിടെയാണ് ഉളുപ്പൂണിയിലെ സെൻറ്റ് അൽഫോൻസ പള്ളി. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ളതാണ് ഈ പള്ളി. ഉളുപ്പൂണി സിറ്റിയിൽ തന്നെയാണ് ഈ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഉളുപ്പൂണിയിൽ നിന്നും യാത്ര തിരിച്ചു. കുറച്ചു മുമ്പ് നമ്മൾ കടന്നുപോയ ജംഗ്ഷനും പിന്നിട്ട് നമ്മൾ നേരെ കപ്പക്കാനം ടണലിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഈ വഴിക്കും ഹെയർപിൻ വളവുകൾ കാണാം. വാഗമണ്ണിൽ നിന്നും പുള്ളിക്കാനം ഏലപ്പാറ റൂട്ടിലൂടെ വരുമ്പോൾ ഏകദേശം 11 കിലോമീറ്റർ ദൂരമുണ്ട് കപ്പക്കാനം ടണൽ വരെ. വഴിയോട് ചേർന്ന് ഹോം സ്റ്റേയും റിസോർട്ടുകളും കാണാം. ഉളുപ്പൂണിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരം ഈ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇവിടെ മുതൽ വീണ്ടും ഓഫ് റോഡാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് മൂലമറ്റത്ത് നിന്നുമാണ്. മൂലമറ്റത്ത് നിന്നും ആശ്രമം വഴി കവന്തയിൽ എത്തിയതിനു ശേഷം ഉളുപ്പൂണി വഴി കപ്പക്കാനം ടണലിലേക്കുള്ള യാത്ര. ഓഫ് റോഡാണെങ്കിലും ഇത് നല്ല വഴിയാണ്. ഉളുപ്പൂണിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററാണ് കപ്പക്കാനം ടണലിലേക്കുള്ളത്. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് ഉളുപ്പൂണി സ്ഥിതി ചെയ്യുന്നത്. ഓഫ് റോഡ് ഇറങ്ങി വരുമ്പോൾ നമ്മളെത്തുന്ന ഈ ജംഗ്ഷനിൽ നിന്നും നേരെ തന്നെയാണ് ടണലിലേക്കുള്ള വഴി. വലത്തേക്ക് കാണുന്ന വഴിയിലൂടെ നമുക്ക് പുഴയിലേക്കും ഇറങ്ങാവുന്നതാണ്. ഇവിടെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ടണലിലേക്ക് നടക്കുകയാണ്. ഇവിടെ കുറച്ച് പെട്ടിക്കടകളൊക്കെ കാണാം. പക്ഷേ അതൊന്നും വർക്കിംഗ് അല്ലെന്നാണ് തോന്നുന്നത്. താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറെ കടകളുണ്ട്. ചെറിയൊരു മഴ പെയ്തിരുന്നു. വഴിയിൽ ചെറിയ നനവും കാണാം. നിലവിൽ ഇവിടേക്ക് വരാൻ എൻട്രി പാസ് ഒന്നുമില്ല. കുറേ നാൾ മുമ്പ് ഇവിടേക്ക് വരാൻ 20 രൂപ എൻട്രി പാസ് ഉണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത്. വഴിയോട് ചേർന്ന് ചെറിയ കടകളുണ്ട്. ഇതാണ് ഇവിടുത്തെ ശിവദാസൻ ചേട്ടൻ്റെ ചായക്കട. ശിവദാസൻ ചേട്ടൻ ഈ സ്ഥലത്തെക്കുറിച്ചും ടണലിനെക്കുറിച്ചും പുഴയെക്കുറിച്ചുമൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കടകൾ പിന്നിട്ട് ഞങ്ങൾ നടത്തം തുടർന്നു. ഈ വഴി നടന്നു വരുമ്പോൾ ഇവിടെ പുഴയിലേക്ക് ഇറങ്ങാവുന്ന ഒരു വഴി കാണാം. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് യാതൊരു തരത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാട്ടിലൂടെ ഒഴുകി വരുന്ന മനോഹരമായ കാട്ടരുവിയാണിത്. കപ്പക്കാനം ആറെന്നാണ് ഈ പുഴയുടെ പേര്. വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. ഇവിടെ നമുക്ക് കാണുവാനുള്ളത് ഇവിടുത്തെ ടണൽ മാത്രമല്ല. ഈ പുഴയിലെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടു മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വെള്ളം മുകളിൽ നിന്നും കുത്തനെ താഴേക്ക് പതിക്കുന്ന കാഴ്ച കാണാം. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡ് വ്യൂ കാണുവാൻ ഇവിടെ ഒരു വഴിയുണ്ട്. ഇതിപ്പോൾ വേനലായതുകൊണ്ട് പൊതുവെ വെള്ളം കുറവാണ്. മഴക്കാലത്ത് നമുക്ക് ഈ പാറയിടുക്കിലൂടെ ഇങ്ങനെ ഈസിയായി ഇറങ്ങി വരാൻ സാധിക്കുന്നതല്ല. നല്ല ഇടുങ്ങിയ പാറയിടുക്കാണ്. ചിലപ്പോൾ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവാം. മഴക്കാലമായാൽ ഈ പാറ മൊത്തം വഴുക്കലുമായിരിക്കും. ചെറിയ ഗുഹകൾ പോലെയാണ് പാറകൾ കാണുന്നത്. ഈ വഴി വരുന്നവർ ശ്രദ്ധിച്ചു വരിക. ഇതാണ് നമ്മുടെ കപ്പക്കാനം വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡ് വ്യൂ. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഭംഗി നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം. ഇവിടെ നിന്നും നമ്മൾ വന്ന വഴിയിലൂടെ വീണ്ടും താഴേക്ക് നടക്കുമ്പോൾ നോക്കിയേ, ഈ വഴി ഇവിടെ അവസാനിക്കുകയാണ്. ഈ വഴിയുടെ ഇടതുവശത്താണ് നമ്മൾ അന്വേഷിച്ച് വന്ന കപ്പക്കാനം ടണൽ. ഒരു വഴിയുടെ അവസാനമാണിത്. ഈ വഴിയുടെ ഇടതുവശത്ത് ടണലും വലതുവശത്ത് വെള്ളച്ചാട്ടവും കപ്പക്കാനം ആറുമാണ്. ടണലിൻ്റെ കാഴ്ചകളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാം. ഇവിടെ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തിലുള്ള കോട്ടമലയിൽ നിന്നുമാണ് ഈ ആറിൻ്റെ ഉത്ഭവം. വെള്ളത്തിലിറങ്ങി കുളിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പുഴയിലേക്ക് ഇറങ്ങാവുന്നതുമാണ്. മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല. പിന്നെ മൊത്തം പാറക്കൂട്ടങ്ങളാണ്. വെള്ളത്തിലിറങ്ങുന്നവർ പരമാവധി ശ്രദ്ധിക്കുക. ഈ പുഴയിലെ വെള്ളവും ടണലിലെ വെള്ളവും ഇടുക്കി അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലേക്കാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മുകളിൽ നിന്നും സൈഡിൽ നിന്നുമൊക്കെ കണ്ട കപ്പക്കാനം വെള്ളച്ചാട്ടം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടണലിൽ നിന്നും ഒഴുകി വരുന്ന ജലമാണ്. മരങ്ങളും ചെടികളും പാറക്കൂട്ടങ്ങളും ഒക്കെയായി ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഉളുപ്പൂണി കപ്പക്കാനം സ്ഥലങ്ങൾ. ശരിക്കും ഈ സ്ഥലം ഒരു വിസ്മയം തന്നെയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു സംഗമ സ്ഥാനമാണ്. കപ്പക്കാനം ആറിലെ ജലവും
ടണലിലെ വെള്ളവും ഇവിടെ വെച്ച് ഒന്നായി ചേരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് പതിയെ ഈ ടണലിൻ്റെ കാഴ്ചകളിലേക്ക് നടക്കാം. ഉളുപ്പൂണി ടണൽ, കപ്പക്കാനം ടണൽ, വെള്ളാരം ചിറ്റ ടണൽ എന്നൊക്കെ ഇതിന് പേരുണ്ട്. 2025 റിലീസായ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ലോക സിനിമയിൽ ഈ ടണൽ ഭാഗമായിട്ടുണ്ട്. സിനിമയിൽ മാന്ത്രികനായ കടമറ്റത്ത് കത്തനാർ കള്ളിയാങ്കാട്ട് നീലിയെ തളയ്ക്കുന്ന രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ടണൽ. ഈ ടണലിൻ്റെ തുടക്കം കൂട്ടിയാറിൽ നിന്നുമാണ്. 2 ആറുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് കൂട്ടിയാർ എന്ന പേര് വന്നത്. വൈദ്യുതോൽപാദനത്തിനായി ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ കൂട്ടിയാറിൽ വെള്ളം തടയണ കെട്ടി നിർത്തി അവിടെ നിന്നും തുരങ്കം നിർമ്മിച്ച് തുരങ്കത്തിലൂടെ വെള്ളം കപ്പക്കാനത്തേക്ക് എത്തിക്കുന്നു. 1996 ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 4 കിലോമീറ്ററോളമാണ് ഈ തുരങ്കത്തിൻ്റെ നീളം. നമുക്കിനി ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് തുരങ്കത്തിലേക്ക് ഈസിയായി കയറി പോകാം. കുറച്ച് സാഹസികതയുള്ള ഒരു നടത്തമാണിത്. വളരെ കൃത്യതയോടെ പണിത ഒരു തുരങ്കമാണിത്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. 2005 ഈ തുരങ്കം കമ്മീഷൻ ചെയ്തത്. നല്ല തണുപ്പാണ് തുരങ്കത്തിലൂടെ വരുന്ന വെള്ളത്തിന്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഏകദേശം ഒരു 100 മീറ്റർ വരെയും നമുക്ക് നടന്നു പോകാവുന്നതാണ്. വെള്ളം കൂടുതലുള്ളപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. നടക്കുന്ന വഴിക്ക് ചിലപ്പോൾ കുഴികളൊക്കെ ഉണ്ടാവാം. പിന്നെ തുരങ്കത്തിൽ വെളിച്ചമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ഒരു ഗോസ്റ്റ് ഫീലിംഗ് ഉണ്ട്. ഉളുപ്പൂണി ടണലിൻ്റെ അകത്താണ്, ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ഇരുട്ടാണ് കേട്ടോ. ബാക്കിലോട്ട് നീണ്ടുപോയേക്കുന്നത് ടണലാണ്. ഇതിലോട്ട് നോക്കുമ്പോൾ ശരിക്കും പേടിയാണ്. പിന്നെ ഈ തുരങ്കത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയ കാര്യങ്ങൾ പാറക്കുഴികളും പാറയിലെ വഴുക്കലും ചിലപ്പോൾ കുപ്പിച്ചില്ലുകളും കൂർത്ത കല്ലുകളുമൊക്കെ ഉണ്ടാവാം. ഏറ്റവും പ്രധാനമായി ചിലപ്പോൾ പാമ്പുകളും ഉണ്ടാവാം. ഇരുട്ടായതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല. ഇരുട്ടിലൂടെ അധികം മുന്നോട്ട് നടക്കുക എന്നത് റിസ്ക്കാണ്. ഈ തുരങ്കത്തെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ചായക്കട നടത്തുന്ന ശിവദാസൻ ചേട്ടനാണ്. കുറച്ച് ദൂരം പോയതിന് ശേഷം ഞാൻ തുരങ്കത്തിൽ നിന്നും പുറത്തിറങ്ങി. സൈഡിലെ പാറകളിലൂടെ വെള്ളം പനിച്ചിറങ്ങുന്നത് കണ്ടോ? ഒരുപാട് സന്ദർശകർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. ഉളുപ്പൂണിയിലെ പ്രധാനപ്പെട്ട 2 സ്പോട്ടുകളാണ് ഈ വെള്ളച്ചാട്ടവും ടണലും. അങ്ങനെ ടണലും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് മുകളിലെത്തിയിരിക്കുകയാണ്. ഇനിയും ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. നമ്മൾ ആദ്യം വന്ന ജംഗ്ഷനാണിത്. നമുക്കിനി ഈ വഴി പുഴയിലേക്ക് കൂടി ഒന്നിറങ്ങാം. ഇവിടെ പുഴയ്ക്ക് കുറുകെ ഒരു തടിപ്പാലമുണ്ട്. മഴക്കാലത്ത് അപ്പുറത്തൂടെ നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ആറും തോടും തടിപ്പാലവും ഒക്കെയായി ഇടുക്കിയിലെ എത്രത്തോളം കാഴ്ചകളാണ് ഇനിയും നമ്മൾ കാണാനുള്ളത്. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയും കുറുകെ തടിപ്പാലവും. ഈ വഴിയിലൂടെ സഞ്ചാരികളെയും കൊണ്ട് ജീപ്പുകൾ പോകുന്നതാണ്. ഇവിടെ കപ്പക്കാനം ആറ് മുറിച്ച് കടന്ന് വണ്ടികൾ കടന്നു പോകും. ഇപ്പോൾ നമ്മൾ ഈ പുഴയുടെ ഇക്കരെയാണുള്ളത്. ഈ വഴി പോയാലും എവിടേക്കെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. പക്ഷേ നമുക്ക് ഈ വഴി വലിയ ഐഡിയ ഒന്നുമില്ല. വഴി അങ്ങനെ നീണ്ടുപോയിട്ടുണ്ട്. നമ്മളെന്തായാലും തിരിച്ചു പോവുകയാണ് വീണ്ടും പുഴയിലേക്ക്. കാര്യം വേനലാണേലും ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണ്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് മടുക്കില്ല. ജീപ്പുകൾ ഈ പുഴ മുറിച്ച് കടന്ന് വരുന്നത് കാണുവാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മളും പുഴ മുറിച്ച് കടന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ഈ ഒരു സ്ഥലമാണ് മേമുട്ടം എന്നറിയപ്പെടുന്നത്. മലമുകളിലെ ഓഫ് റോഡിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. മുൻപ് പറഞ്ഞതുപോലെ മൂലമറ്റത്തു നിന്നുമാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അവിടെ നിന്നും ഏകദേശം 14 കിലോമീറ്ററാണ് ടണൽ വരെ ഉള്ളത്. നമ്മൾ തിരിച്ച് മൂലമറ്റത്തേക്കുള്ള യാത്രയിലാണ്. ഇവിടെ വരെയും വന്നിട്ട് മലമുകളിലെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. മൂലമറ്റത്തേക്ക് നമ്മൾ തിരിച്ചു പോകാനായിട്ട് സാധാരണ രീതിയിൽ 2 വഴികളിലൂടെ പോകാം. ആശ്രമം വഴിയിലൂടെ തന്നെ തിരിച്ചു പോകാം. അടുത്തത് മൂലമറ്റം പതിപ്പിള്ളി വഴി. നമ്മൾ തിരിച്ചു പോകുന്നത് ആശ്രമം വഴിയിലൂടെയാണ്. ഇതെല്ലാം നല്ല മനോഹരങ്ങളായ സ്ഥലങ്ങളുമാണ്. നമ്മൾ മൊട്ടക്കുന്നുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കവന്തയിലെയും ഉളുപ്പൂണിയിലെയും മൊട്ടക്കുന്നുകളിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. മൊട്ടക്കുന്നുകൾ നിറയെ നല്ല പുൽമേടുകളാണ്. പിന്നെ വരുന്ന സന്ദർശകർ ഇവിടെ വേസ്റ്റ് ഒന്നും മാക്സിമം വലിച്ചെറിയാതിരിക്കുക. ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കാണാം. ഈ വഴി മൊത്തം നല്ല വ്യൂ പോയിന്റുകളുമുണ്ട്. ദൂരെയായി കാണുന്നതാണ് വാഗമണ്ണിലെ DC കോളേജ്. അങ്ങനെ യാത്ര ഞങ്ങൾ തുടർന്ന് വരുമ്പോൾ ഇവിടെ മറ്റൊരു കാഴ്ച കണ്ടു. മലമുകളിൽ തീ കത്തുന്നു. മലയുടെ താഴെ ഭാഗത്തു നിന്നും എങ്ങനെയോ തീ പിടിച്ചതോ ആരെങ്കിലും തീ ഇട്ടതുമാകാം. ചൂടായതുകൊണ്ട് കത്തിക്കേറുവാണ്. തൊട്ടടുത്ത് തേയിലത്തോട്ടവുമുണ്ട്. ആളുകൾ തോട്ടത്തിലേക്ക് തീ കത്തിക്കയറാതെ നോക്കുന്നുണ്ട്. മല മൊത്തം നിന്ന് കത്തുകയാണ്.
തീ ഇങ്ങനെ കത്തി തന്നെ തീരണം, അല്ലാതെ ഇത് കെടില്ല. അപ്പോൾ നമ്മുടെ ഉളുപ്പൂണിയിലേക്കുള്ള യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങളും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളുമൊക്കെ നമുക്ക് ഈ യാത്രയിൽ നിന്നും കിട്ടി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്